യുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബന്ധു കസ്റ്റഡിയിൽ. വടശ്ശേരിക്കര പള്ളിക്കമരുപ്പിലാണ് സംഭവം. 30-കാരനായ ജോബിയാണ് ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോബിയുടെ തലയ്ക്കുൾപ്പെടെ പരിക്കുകളുണ്ട്. സംഭവത്തിൽ ജോബിയുടെ ബന്ധുവിനെ റാന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ ഫോണിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. 50 ഗ്രാം കഞ്ചാവുമായി പോലീസ് പിടികൂടിയ പ്രതിയുടെ മൊബൈൽ ഫോണിലാണ് ബന്ധുവായ 5 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിനിടെ ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. തുടർന്ന് പ്രതിക്കെതിരെ പോക്സോ കേസ് ചുമത്തി. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. ആൾപ്പാർപ്പില്ലാത്ത പറമ്പിൽ സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം. സുഹൃത്ത് അറസ്റ്റിൽ. കൈമനത്ത് ആൾപ്പാർപ്പില്ലാത്ത പറമ്പിലാണ് കരിമം സ്വദേശി ഷീജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ആത്മഹത്യാ പ്രേരണയ്ക്ക് സുഹൃത്ത് സജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സജിയുമായുള്ള തർക്കമാണ് മരണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്ത് സുഹൃത്തായ സജികുമാറിനൊപ്പമാണ് ഷീജ താമസിച്ചിരുന്നത്. സജിയുടെ വീടിന് സമീപത്തുള്ള ആൾപ്പാർപ്പില്ലാത്ത പറമ്പിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴ ഹോം സ്റ്റേയിൽ മുറിയെടുത്ത പോലീസുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ. ചെറിയ കലവൂരിലെ ഹോം സ്റ്റേയിലാണ് പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI അജയ് സരസനാണ് മരിച്ചത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. 8 വർഷമായി മാരാരിക്കുളത്താണ് അജയ് താമസിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഹോം സ്റ്റേയിൽ റൂം എടുത്തത്. മുറി ഒഴിയേണ്ട സമയമായിട്ടും കാണാത്തതിനാൽ ഹോം സ്റ്റേ ജീവനക്കാർ നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കൊല്ലം ശക്തികുളങ്ങരയിൽ 2 യുവാക്കൾക്ക് വെട്ടേറ്റു. 5 പേരെ കസ്റ്റഡിയിലെടുത്തു. കുരിപ്പുഴ സ്വദേശികളായ അനൂപ്, രാജേഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്.